സഭയിലെ വലിയ പിതാക്കന്മാരിൽ ഒരാളാണ് വിസ്നായ ഡൊമിനിക്. ഡൊമിനിക്കിനെ കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യവുമില്ല. പക്ഷെ ഡൊമിനിക്ക് സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന ധ്യാനാത്മക ജീവിതം ക്രിയാത്മകമായി പ്രേക്ഷിത വൃത്തിയായിട്ട് മാറുന്നില്ലെങ്കിൽ അതിനൊരു കുറവുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു മഹാവിശുദ്ധനാണ്. ഡൊമിനിക്കൻസ് പൊതുവെ ധ്യാനാത്മക ജീവിതത്തിൽ വളരെ വളരെ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. പക്ഷെ നിങ്ങൾ ഈ മണ്ണാർക്കാട് വന്നു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് വളരെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യത്തിൽ അതീവ താല്പര്യത്തോടുകൂടെ ഇടപെടുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ ഡൊമിനിക്കിൻ്റെ സീല് നിങ്ങളുടെ മേലിൽ നിന്ന് മാഞ്ഞിട്ടില്ലെന്നുള്ളതിൻ്റെ ഉറപ്പാണ് എനിക്ക്. നിങ്ങളുടെ ഈ ജൂബിലി നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഘോഷം എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിലൂടെ സഭ ഇവിടെ നടത്തിയ വലിയ അജപാലന ശുശ്രൂഷയുടെ അംഗീകാരവും അതിലുള്ള നിങ്ങളോടുള്ള അഭിനന്ദനവും ദൈവത്തോടുള്ള കൃതജ്ഞതയുമാണ് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത്. സ്നേഹമുള്ള നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ആരംഭത്തിലെ പറഞ്ഞു കുണ്ടുകുളം പിതാവും വെളങ്ങാടനച്ഛനും ഒരുപാട് സങ്കടത്തിലും സംഘർഷത്തിലൊക്കെ കടന്നുപോയവരാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളെ വിദേശങ്ങളിലേക്ക് കയറ്റിവിട്ടവരാണെന്നൊക്കെ പരാതി കേട്ടവരാണ്. പക്ഷെ ആ പരാതിക്കൊക്കെ നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഈ സമൂഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ വഴി ഈ സമൂഹത്തോട് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് നിങ്ങളുടെ ഈ സന്യാസ സമൂഹത്തിൻ്റെ ഇവിടെ സ്ഥാപിതമായതിൻ്റെ സുവർണ ജൂബിലിയുടെ ഏറ്റവും വലിയ സന്തോഷം. അഭിയോന്യ കുണ്ടുകുളം പിതാവും അഭിയോന്യ വെളങ്ങാടനച്ഛനുമായിട്ട് ഏറെ ആത്മബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ ജൂബിലിയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ സ്മരണകൾ എൻ്റെ മനസ്സിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 974 പാലക്കാട്ട് രൂപത സ്ഥാപിച്ചപ്പോൾ ഇരുമ്പം പിതാവിനെ നിങ്ങൾക്കറിയാം, ആരോടും അധികം വർത്തമാനം പറഞ്ഞ് ശല്യം ചെയ്യാത്തൊരു മനുഷ്യൻ, എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയുടെ താപസ ജീവിതത്തിൻ്റെ ഒരു മഹാത്മാവ്. അന്ന് തൃശ്ശൂരിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ച എല്ലാ വിദേശ സന്യാസിനി കോൺഗ്രിഗേഷൻസിനോടും വെളങ്ങാടനച്ഛനും കുണ്ടുകുളം പിതാവും പറഞ്ഞൊരു കാര്യമുണ്ട്: ഇവിടെ നിന്നേക്കരുത്, വിട്ടേക്കണം, നിങ്ങൾ പാലക്കാട്ടേക്ക് പോയേക്കണം. ഒരുപക്ഷെ മണ്ണാർക്കാട് നിങ്ങൾ വരുമ്പോൾ മണ്ണാർക്കാട്ടിലെ ക്രൈസ്തവ സാന്നിധ്യത്തിൻ്റെ എന്താ ഉണ്ടായിരുന്നത്? ഈ 50 കൊല്ലങ്ങൾ നിങ്ങൾ പിന്നിടുമ്പോൾ മറിയം കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ഒഴിച്ച സുഗന്ധ തൈലം, അത് കുപ്പിയുടെ കോർക്ക് തുറന്നൊഴിച്ചു എന്ന് പറയുന്നതിനേക്കാൾ സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നത് പൊട്ടിച്ചൊഴിച്ചു എന്നാണ്. ഷി ബ്രോക്ക് ദ ബോട്ടിൽ ആൻഡ് സ്പ്രെഡ് ദ ഓയിൽ ടു ദ ഫീറ്റ് ഓഫ് ജീസസ്. ഈ 50 കൊല്ലം നിങ്ങൾ മണ്ണാർക്കാട് പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മയുടെ സന്തോഷം പങ്കിടുമ്പോൾ പൊട്ടിച്ചൊഴിച്ച മറിയത്തിൻ്റെ തൈലം ഭവനം മുഴുവൻ സുഗന്ധം പരത്തിയതുപോലുള്ള ഒരു അനുഭവമാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത്. ഇന്നത്തെ വായനകളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമാണ്. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ വായന കേട്ടത്. ആ വായന ജൂബിലിയെക്കുറിച്ചുള്ള പഴയ നിയമ ജനതയുടെ കാഴ്ചപ്പാടുകൾ
വ്യക്തമാക്കുന്നു. ജൂബേൽ ഒരു കാഹളത്തിൻ്റെ പേരാണ്. 7 സാബത്ത് വർഷങ്ങൾ കഴിഞ്ഞ് 49 വർഷം പിന്നിടുമ്പോൾ ജൂബിലി ആരംഭിച്ചുവെന്ന് ജനങ്ങളെ അറിയിക്കാൻ മുഴക്കുന്ന കാഹളമാണ് ജൂബേൽ. അതിൽ നിന്നാണ് ജൂബിലി ഉണ്ടാകുന്നത്. 50 വർഷങ്ങളുടെ നിസ്തന്ത്രവും നിസ്തുലവും നിസ്വാർത്ഥവുമായിട്ടുള്ള സേവനങ്ങളുടെ തൈലക്കുപ്പി ഈ പ്രദേശത്ത് നിങ്ങൾ പൊട്ടിച്ചൊഴിച്ചതിൻ്റെ സുഗന്ധ പരിമളത്തിൻ്റെ സന്തോഷമാണ് ഈ സുവർണ ജൂബിലി. നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല. നിങ്ങൾ ഈ നാടിനെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കർത്താവിൻ്റെ നല്ല സമറായക്കാരൻ്റെ സാന്നിധ്യമാക്കി നിങ്ങൾ മാറ്റി. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ഒരുപക്ഷെ ആദ്യമായിട്ട് മുന്നോട്ട് വന്ന സമൂഹത്തിലെ നമ്മുടെ പേര് ആരും റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറയും, ഭിന്നശേഷിക്കാർക്കായിട്ട് ആദ്യമായിട്ട് വിദ്യാലയങ്ങൾ ഉണ്ടാകണമെന്നും സാധാരണ കുട്ടികളെ പോലെ അവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വളരണമെന്നുമുള്ള ഒരു സത്യത്തിൻ്റെ സന്ദേശം, വിപ്ലവത്തിൻ്റെ സന്ദേശം ഈ നാട്ടിലെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞതിൻ്റെ ഓർമ്മയാണ്. നിങ്ങൾ ഒന്നും നേടിയിട്ടില്ലെങ്കിലും ഈ നാട്ടിലെ ധാരാളം കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വഴി ജീവിതത്തിലെ ഒരു വഴി തുറന്നു. പ്രത്യേകിച്ച് മറ്റു മതസ്ഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി. ഞാൻ ചിലപ്പോഴേ വിചാരിക്കാറുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ മുഴുവൻ സാരസംഗ്രഹം 3 സുവിശേഷ ഭാഗങ്ങളിലെ ഉപസംഹരിക്കാം. ആദ്യത്തേത്, കർത്താവ് കാലുകൾ കഴുകി അപ്പം മുറിച്ച ശേഷം ശിഷ്യന്മാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് കൊണ്ടാടുവിൻ. ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ കൊണ്ടാടുവിൻ. കാല് കഴുകിയ കർത്താവ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കെടുക്കപ്പെട്ടപ്പോൾ കർത്താവ് അനുഭവിച്ച ത്യാഗങ്ങൾ, സങ്കടങ്ങൾ, സംഘർഷങ്ങൾ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ സമൂഹം നിസ്വാർത്ഥമായിട്ട് അനുഷ്ഠിക്കുന്ന ശുശ്രൂഷകൾക്ക് നേരെ അപൂർവമായിട്ടെങ്കിലും കല്ലേറുകളുണ്ടാകുമ്പോൾ, വിമർശനങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിൽ തോന്നും, ഇത് വേണോ, ഇത് വേണ്ടിയിരുന്നോ? ഞാൻ നിങ്ങളോട് പറയും, അവൻ്റെ കൽപ്പനയാണിത്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി, ഇതെൻ്റെ അൾത്താരയിലെ അർപ്പിക്കപ്പെടുന്ന ബലി എത്ര വിലപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങൾ ഈ പാവപ്പെട്ട ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി നടത്തുന്ന ഈ ശുശ്രൂഷ. അത് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വലിയ തുടർച്ചയാണ്. ഇതാണ് സുവിശേഷവൽക്കരണം. ഞാൻ ചിലപ്പോൾ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന സമൂഹങ്ങളിലെ നമ്മൾ എത്രയോ ആളുകളെയാണ് മാമോദീസ മുഖ്യ എന്ന കണക്ക് ചോദിക്കാൻ വരുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത മാമോദീസയ്ക്ക് അപ്പുറത്ത് മറ്റുള്ളവരെ ബലം പ്രയോഗിച്ച് മാമോദീസ കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമുക്കില്ല. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പ്രാഥമിക ആവശ്യങ്ങൾ വരെ സിസ്റ്റർമാരുടെ സഹായത്തോടു കൂടെ നടത്തിക്കൊടുക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയുണ്ടല്ലോ, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യുവനെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കൽപ്പനയുടെ തുടർച്ചയാണ്. അതുകൊണ്ട് ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾ മുഴക്കുന്ന കാഹളം എൻ്റെ സഹോദരൻ എൻ്റെ കർത്താവിൻ്റെ തുടർച്ചയാണെന്നുള്ള
തിരിച്ചറിവ് ശുശ്രൂഷയാക്കി മാറ്റിയതിൻ്റെ ഓർമ്മയുടെ ആഘോഷമാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യുവിൻ. കർത്താവ് തുടർന്ന് പറഞ്ഞില്ലേ, നീയും പോയി അപ്രകാരം ചെയ്യുക. നല്ല സമറായക്കാരൻ്റെ കഥ കർത്താവ് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. നീയും പോയി അപ്രകാരം ചെയ്യുക. ഈ നീയും പോയി അപ്രകാരം ചെയ്യുക എന്ന കർത്താവിൻ്റെ വാക്കുകൾക്ക് വ്യാഖ്യാനം നൽകുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മുടെ ഈ ശുശ്രൂഷ. നീയും പോയി അപ്രകാരം ചെയ്യുക. എന്ത് കിട്ടുമെന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ല. എന്ത് കിട്ടിയെന്ന ചോദ്യവും ഇവിടെ പ്രസക്തമല്ല. ഇവിടെ പ്രസക്തമായിരിക്കുന്ന കർത്താവിൻ്റെ ഉത്തരവാണ്, നീയും പോയി അപ്രകാരം ചെയ്യുക. ഞാൻ ചിലപ്പോഴൊക്കെ സിസ്റ്റേഴ്സ് മടുപ്പ് പ്രകടിപ്പിക്കുന്ന സന്ദർഭത്തിൽ പറയാറുണ്ട്, ജനറാൾമാരുടെയും പ്രൊവിൻഷ്യൽമാരുടെയും ഒക്കെ മീറ്റിങ്ങുകളിൽ ചിലപ്പോൾ സങ്കടവും സംഘർഷമൊക്കെ പ്രകടിപ്പിക്കും. ഞാൻ പറയാറുണ്ട്, പൂവിരിച്ച പാതയിലൂടെയുള്ള സുഖയാത്രയുടെ പേരല്ല സഭയുടെ സുവിശേഷ വേല. എവിടെയാണോ എതിർപ്പുള്ളത് അവിടെ ഞാൻ നിങ്ങളോട് പറയും, നമ്മൾ എന്തോ നന്മ ചെയ്യുന്നുണ്ട്, അത് മറ്റുള്ളവരെ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മൾ കാണണം. നമ്മൾ നന്മ ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിൻ്റെ കൽപ്പന പാലിക്കാം. നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടിയാണത് ചെയ്ത് തന്നത്. നമ്മുടെ കർത്താവ് നിത്യവിധിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര മനോഹരമാണത്! നിത്യവിധിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ നിത്യരക്ഷയുടെ കോംപ്രഹെൻസീവ് എക്സാമിനേഷന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അവിടെയുണ്ട്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ മുറിവേറ്റവനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ മണ്ണാർക്കാട് വന്നിട്ട് ഈ സമൂഹത്തിന് ചെയ്ത ശുശ്രൂഷകളിലെ ഞാൻ പലപ്പോഴും വിചാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കും വിദ്യാലയങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ പാവപ്പെട്ടവരുടെ, പിന്നോക്കം നിൽക്കുന്നവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു പരിശ്രമം ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലുള്ള ഒരു ആദ്യത്തെ സ്ഥാപനങ്ങളിൽ ഒന്ന് നമ്മുടേതായിരിക്കും, നമ്മുടെ സ്ഥാപനമായിരിക്കും. ഇവിടെ പഠിച്ച മഹാഭൂരിപക്ഷം കുട്ടികളിലെ വലിയ പങ്കും മറ്റു മതത്തിൽപ്പെട്ട കുട്ടികളാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധ കുർബാന അൾത്താരയിൽ ആരംഭിക്കുന്നു, പക്ഷേ അവിടെ അവസാനിക്കുന്നില്ല. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നത് ഈ ബലി തുടരാനാണ്, ഈ ബലി പൂർത്തിയാക്കാനാണ്. ഈ ബലി നമ്മുടെ ചുറ്റും എല്ലാവർക്കും സംലഭ്യമാകാനാണ്. മറിയം പൊട്ടിച്ചൊഴിച്ച തൈലം ആ ഭവനം മുഴുവൻ സുഗന്ധ പൂരിതമാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. സുവിശേഷവൽക്കരണം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ ജൂബിലിയോടനുബന്ധിച്ച് നിങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ചില കാഴ്ചപ്പാടുകളെക്കുറിച്ച് വായിച്ചപ്പോഴേ എനിക്ക് തോന്നി, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയോടുകൂടെ തീർത്ഥാടനം നടത്തുക. എന്തുകൊണ്ടാണ് ആ പ്രത്യാശ എന്ന വാക്കവിടെ നിൽക്കുന്നത്? പ്രതിസന്ധികളുടെ നടുവിലും നിരാശപ്പെടാതെ, കർത്താവ് തന്ന വിളക്ക് കെടാതെ, എണ്ണ വറ്റാതെ, വെളിച്ചം നഷ്ടപ്പെടാതെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ നടത്തുന്ന പരിശ്രമമാണ്. അതുകൊണ്ട് ഈ ജൂബിലി വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളിലൂടെ നിങ്ങൾ സഭയ്ക്ക് പടുത്തുയർത്തൽ നടത്തിയിട്ടുണ്ട്. അത് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും
കുരിശ് സ്ഥാപിച്ചുകൊണ്ട് ഒന്നുമല്ല. ഒരുപാട് മനുഷ്യഹൃദയങ്ങളിലെ, പ്രത്യേകിച്ച് ആർക്കും വേണ്ടാതെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ ജീവിതങ്ങളുടെ നടുവിൽ നിങ്ങൾ കർത്താവിന് പള്ളി പണിതിട്ടുണ്ട്, നിങ്ങൾ കർത്താവിന് സക്രാരി സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഓർമ്മയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. ഞാൻ ഈ ജൂബിലിയുടെ സർവമംഗളങ്ങളും നിങ്ങളോട് ആശംസിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, ക്ഷീണിക്കരുത്, ഒരിക്കലും അവശത തോന്നരുത്, ഒരിക്കലും മടുപ്പ് തോന്നരുത്. നമ്മളെ ഏൽപ്പിച്ച ജോലി, ആ ജോലി ധ്യാനാത്മക ജീവിതത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പ്രേക്ഷിതാത്മകമായിട്ടുള്ള ശുശ്രൂഷകളിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. കർത്താവ് നിങ്ങളെ അതിനെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് ചിലപ്പോഴൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവവിളികൾക്ക് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. കർത്താവ് പറഞ്ഞത് അന്നും പ്രാർത്ഥിച്ചത് ഇന്നും പ്രയോഗികത്തിൽ സത്യമാണ്. വിളവധികമോ വേലക്കാർ ചുരുക്കമോ? എന്നിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞ ഏക കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളൊരു അഡ്വർടൈസ്മെൻറ്റും കൊടുക്കണ്ട, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഞാനതുകൊണ്ട് പറയും, കൂടുതൽ ദൈവവിളികൾ സഭയിലുണ്ടാകാൻ, കൂടുതൽ ദൈവവിളികൾ നിങ്ങളുടെ ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിലേക്ക് വന്നു ചേരാൻ ദൈവം നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന കേൾക്കും. ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിങ്ങൾ ഡൊമിനിക് ഒരു കാലഘട്ടത്തിൽ നടത്തിയ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ശുശ്രൂഷ, ധ്യാനാത്മക ജീവിതത്തോടൊപ്പം സുവിശേഷാത്മകമായ ശുശ്രൂഷകളുടെ ജീവിതം, അത് നിങ്ങൾ തുടരുന്നതിൽ സന്തോഷപൂർവ്വം ദൈവത്തോട് നന്ദി പറയുന്നു. സഭയുടെ നാമത്തിൽ സർവ്വ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഞാൻ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഡൊമിനിക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിശുദ്ധമ്മ നിങ്ങൾക്കും കൂട്ടിനും മധ്യസ്ഥത്തിനും സ്വർഗത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ഒരിക്കൽ കൂടെ സഭയുടെ നാമത്തിൽ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ